ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT PG എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻട്രൻസ് എക്സാമിനേഷന് ശേഷമുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ആൻസർ കീ പബ്ലിക്കേഷൻ, അതുപോലെ തന്നെ ആൻസർ കീ ചലഞ്ച്, പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിക്കേഷനും അതിൻ്റെ ചലഞ്ചിനുള്ള സമയമാണിപ്പോൾ. അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. CUT യുമായി ബന്ധപ്പെട്ടുള്ള display of provisional answer keys and question paper with record response with for answer key challenge of CUT PG. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്, അതിൽ നിങ്ങൾ കൊടുത്ത ആൻസർ കീ എന്താണ്, അത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൽ കൊടുത്ത ആൻസർ കീ കറക്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അത് ചലഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരമാണ് ബേസിക്കലി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. 11 to 23, 27, 28 മാർച്ച് മാസത്തിലാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഈ പറയുന്ന PGCUT എന്നുള്ള വെബ്സൈറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ ദ കാൻഡിഡേറ്റ്സ് ഹു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ആൻസർ കീ മേ ചലഞ്ച് സെയിം ബൈ പേയിങ് fee of ₹200 per question. Challenge as a processing fee, non-refundable. This facility is available from 5th April to 7th April up to 11 PM. 5 മുതൽ 7 ഏപ്രിൽ വരെ 11 മണി വരെ, രാത്രി 11 മണി വരെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ചോദ്യത്തിന് 200 രൂപ എന്നുള്ള നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അടക്കണം എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് UPI വഴിയൊക്കെ ചെയ്യാം. പിന്നെ പ്രോസസ്സിംഗ് ഫീ ഇല്ലാത്ത യാതൊരു ചലഞ്ചും എൻ്റർടൈൻ ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഇനി ഈ ചലഞ്ചുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് റെക്ടിഫൈ ചെയ്തതിന് ശേഷമാണ് ഒരു ഫൈനൽ ആൻസർ കീ പിന്നീട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു മീഡിയത്തിലൂടെയും ഈ പറയുന്ന സംഗതികൾ ഉണ്ടാവില്ല. ചലഞ്ചസ് ഒക്കെ പാനൽ ഓഫ് സബ്ജക്ട് എക്സ്പേർട്ട് ചെയ്യും. അവർ ആൻസർ കീ ചലഞ്ച് ചെയ്തിട്ടുണ്ട്, അവർ റിവൈസ് ചെയ്യും. ഫൈനൽ ആൻസർ കീ അനുസരിച്ച് റിസൾട്ട് പ്രിപ്പയർ ചെയ്യുകയും ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്ക് ആൻസർ കീ ചലഞ്ച് ചെയ്യുക എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. വെബ്സൈറ്റിലേക്ക് പോവുക. വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് കയറുക. അപ്പോൾ നിങ്ങളുടെ ആൻസർ കീ, നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ എഴുതിയിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആൻസർ കീക്ക് മുമ്പ് നിങ്ങളുടെ ഈ പറയുന്ന പോലെ തന്നെ 2 എക്സാം ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന്. COQP 12 ജനറൽ MBA, COQP 11 ജനറൽ LLB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12-ാം തീയതി എഴുതിയ പരീക്ഷയുടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണണമെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ ഈ പറയുന്ന പോലെ ഈ നോട്ട് അറ്റംപ്റ്റഡ് ആണോ ആൻസേർഡ് ആണോ, നിങ്ങൾ ഏത് ഓപ്ഷനാണ് കൊടുത്തുന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക. ഇനി നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണമെന്ന് കരുതുക. ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ID ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ID എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ഓരോ ചോദ്യത്തിനും ഓരോ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള സാധനം, കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ ഇംഗ്ലീഷ് 2ഉം അതുപോലെ തന്നെ ഹിന്ദിയിൽ 4ഉമാണ് കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ 3ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 അല്ലാത്ത ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, ഈ പറഞ്ഞ പോലെ നൺ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടെ 2 എന്നുള്ള ഓപ്ഷൻ കൊടുത്തു എന്ന് കരുതാം. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്ന് കൊടുത്ത് പോവാം എന്നതാണ്. ഈ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ്, അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇൻ കേസ് ദ കാൻഡിഡേറ്റ് want to submit documents in support of challenge answer key, they should upload PDF file with maximum size of 500 KB. അപ്പോൾ 500 KB ഉള്ള ഒരു PDF ഫയൽ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് ചെയ്യാം എന്നതാണ്. അതായത് നിങ്ങൾ വെറുതെ ചലഞ്ച് ചെയ്ത് പോയാൽ മാത്രം പോരാ, ചലഞ്ച് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ് കൂടി നിങ്ങൾ വെക്കണം എന്നതാണ്. അതൊരു പക്ഷേ എന്തെങ്കിലുമായിട്ടുള്ള ജേർണൽസ് ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് ആവാം, ബുക്സ് ആവാം, റെഫറൻസുകളാവാം, അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ് ആവാം, ഇങ്ങനെ എന്തും ആവാം. ഈ പറയുന്ന നിങ്ങൾ കൊടുത്ത ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൻസർ കീ കൂടി, ആൻസർ ഡോക്യുമെൻ്റ് കൂടി വെക്കണം എന്നതാണ്. അതിനുശേഷം പിന്നീട് നിങ്ങൾ സബ്മിറ്റ് ആൻഡ് റിവ്യൂ ക്ലെയിംസ് എന്ന് കൊടുക്കുക എന്നതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എത്ര നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അറിയാനുള്ള ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന ആൻസർ കീ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. 2, നിങ്ങളുടെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കീ അല്ല വന്നത് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യാനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ചലഞ്ച് ചെയ്യേണ്ട ആളുകൾ നിങ്ങൾ പരമാവധി ചലഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റോടുകൂടി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യാം. ഏതായിരുന്നാലും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ അപ്ഡേറ്റ്സും നിങ്ങൾ പെപ്പിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും സംശയങ്ങളും അറിയിക്കുകയും ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.